ഒത്തിരി പടങ്ങളാണ് റിലീസ് ചെയ്യാനും റിലീസ് ചെയ്തതും ഒക്കെ ഇങ്ങനെ ലിസ്റ്റിൽ ഇരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ എങ്ങനെ ആഘോഷമാക്കും? ആഘോഷം ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന് ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം തന്നെയാണ് ആ സിനിമ. ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ സിനിമ. നല്ല 4 ഗാനങ്ങളുണ്ട്. കുടുംബ പ്രേക്ഷകരെ മുഴുവൻ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവും തിരക്കഥയും ഒക്കെയാണ് അമൽ കെ ജോബി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അഭിനയിച്ച് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും വരാൻ പറ്റാത്തവരുമായ ആർട്ടിസ്റ്റുകളെല്ലാം മനോഹരമായി അവരുടെ റോളുകൾ നന്നായി ചെയ്യുകയും നല്ലൊരു ആശയം ഞങ്ങളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ യൂത്തിന് വേണ്ടി നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ കണ്ടു കാണും. കുറച്ചേറെ യൂത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു പാട്ടിലെല്ലാം കൂടെ വരുമ്പോൾ 100 കണക്കിന് യൂത്ത് ഈ ഗാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഘോഷം നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് CN ഗ്ലോബലിൻ്റെ 2ാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം സ്വർഗമായിരുന്നു. അതൊരു കുടുംബ ചിത്രമായിരുന്നു. പ്രവാസികളായ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിരുന്നായി ക്രിസ്മസിന് നൽകുകയും ചെയ്യണമെന്നാണ് CN ഗ്ലോബലിൻ്റെ ആഗ്രഹം. അതോടൊപ്പം നമ്മൾ കലാസ്നേഹം കൊണ്ടും കൂടെയാണ്. ഞങ്ങൾ ബിസിനസ്സിനേക്കാളൊക്കെ ഉപരി നഷ്ടം വരാതെ പോകണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിന് ഞങ്ങളോട് നിങ്ങളെല്ലാം നിൽക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ബിസിനസ്സിനും അപ്പുറം നല്ല കലാസൃഷ്ടികളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ടീമാണ് ഈ CN ഗ്ലോബൽ. അതിൻ്റെ ഒരു 2ാമത്തെ പ്രൊഡക്ഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും തന്നെയാണ് പ്രൊഡക്ഷൻ എല്ലാവരുടെയും പേരിലുള്ള എൻ്റെ വിശ്വാസം. നായകൻ 2 വാക്ക് പറയും. എല്ലാവർക്കും നമസ്കാരം. ആഘോഷം ശരിക്കും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ്. ഇതിൻ്റെ ബേസ് ക്യാമ്പസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്നൊരു കഥ ഇതിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസിൻ്റെ എലിമെൻ്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ത്രെഡ് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എൻ്റർടൈനറാണ് ആഘോഷം. ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പോൾ കുറേ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുകയാണ്. പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെയും കാണാം. അതെനിക്ക് തോന്നുന്നു ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണിത്. പിന്നെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അതിനൊരു മുഖ്യ കാരണം ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ പ്രൊഡക്ഷനിലെ ലിസ് ചേച്ചിയും ടീമൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയലായിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോൾ ഇനി എന്താ പറയുക, ഓരോരോ ആർട്ടിസ്റ്റുമാർ, എനിക്ക് തോന്നുന്നു അമൽ നിന്ന് തുടങ്ങാം അല്ലേ, ആഘോഷത്തെ പറ്റി. അമൽ. എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് ആഘോഷം. ഇപ്പോൾ CN ഗ്ലോബൽ മൂവീസിൻ്റെ ബാനറിൽ നമ്മുടെ ലിസി ചേച്ചി, ഡോക്ടർ പ്രിൻസ് പ്രോസി, ഡോക്ടർ ദേവസി, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഒരു കൂട്ടായ്മയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ആഘോഷം. ഇതൊരു കോളേജ് സബ്ജക്റ്റാണ്, ഒരു ക്യാമ്പസ് പരിപാടിയാണ്. അപ്പം കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, കാരണം ഒരു ക്യാമ്പസ് ടൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ എല്ലാ കളറും അല്ലെങ്കിൽ എല്ലാ ഒരു ജോളിയും മൂടും വരുന്നൊരു പരിപാടിയാണ്. അപ്പം ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ് എന്നാണ്. അപ്പോൾ ആ ടാഗ് ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ മൂഡ് വരെയാണ് സിനിമ. അതേപോലെ തന്നെ ഈ പടത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ ഹീറോ നരേൻ ഭായ് ഉണ്ട്, ബോബി ചേട്ടൻ, ജയ്സേട്ടൻ, ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂടാതെ നമുക്കിപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ സാറ്, അപ്പം അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ജോണി ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ് ആഘോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഒത്തിരി സിനിമകൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേ പടങ്ങൾ റിലീസുണ്ട്, ഓൾറെഡി റിലീസായ പടങ്ങളുണ്ട്.
അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ആഘോഷം ഒരാഘോഷമായി തന്നെ മാറുന്നൊരു പ്രതീക്ഷയും വിശ്വാസവും നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഡിസംബർ 25 പടം റിലീസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും തന്നെ പടം ഏറ്റെടുക്കും. ഗുമസ്തൻ ഏറ്റെടുത്ത പോലെ തന്നെ ഈ പടവും ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാം അല്ലേ. എല്ലാവർക്കും നമസ്കാരം. പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രമാണ്, മൂന്നാമത്തെ ചിത്രം അല്ല, സുമതിപൂരിന് ശേഷം. പണിക്ക് ശേഷം ഒരു 10-20 പടം അഭിനയിച്ചിട്ടോ. റിലീസാകാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ചു പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ തന്നെ ഗുമസ്തന് ശേഷം അമലിൻ്റെ കൂടെ മറ്റൊരു പടം കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതാണ്. സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് എനിക്ക് ആഘോഷത്തിൽ കിട്ടിയത്. അതെനിക്ക് പറ്റുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ കാരണവന്മാരോടൊപ്പം ഒക്കെ പോയി ഒരുമിച്ച് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള നല്ലൊരു കഥയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇത് എൻ്റെ അടുത്തിരിക്കുന്നത് ഗൗതം വിൻസെൻ്റ്. അദ്ദേഹമാണ് നമ്മുടെ 2 സോങ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു പാട്ട് പാടിയിട്ടുമുണ്ട്. ഇവർ രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഗൗതം സംഗീതം ചെയ്യുക. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മ്യൂസിക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ചിത്രങ്ങളിലെല്ലാം സംഗീതത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം പാട്ടുകളെ എപ്പോഴും സ്നേഹിക്കുകയും എവിടെ ചെന്നാലും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഗൗതമിന് നല്ലൊരു 2 പാട്ടുകൾ ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഈ ആഘോഷത്തിലുണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ ഗൗതം പറയും. നമസ്കാരം. ഈ 2025 ക്രിസ്മസ് എനിക്ക് എന്തുകൊണ്ടും വളരെയധികം ആഘോഷകരമായിട്ടുള്ളൊരു ക്രിസ്മസ് ആണ്. കാരണം ഇത്രയും നാളും കുറേ സിംഗിൾസും ജിംഗിൾസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാൻഡ് ഷോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മലയാള സിനിമയിലോട്ട് ഒരു എൻട്രി എനിക്ക് കിട്ടുന്നത്. അതിന് ഞാൻ സിയം ഗ്ലോബൽ മൂവീസിനും അമ്മയേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പദത്തിൽ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്, പിന്നെ ലഹരിക്കെതിരെയുള്ളൊരു ഗാനം. ഈ 2 ഗാനങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു ആദ്യത്തെ ചിത്രമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ആഗ്രഹിക്കുന്നു. താങ്ക് യു. അതായത് നമ്മുടെ ഈ ആഘോഷത്തിന്റെ ട്രെയിലറും നമ്മുടെ 2 സോങ് ഒക്കെ ഓൾറെഡി റിലീസായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റിലീസായപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ചോദ്യങ്ങളൊന്നാണ് ആരാണ് ഈ ഹീറോ എന്നുള്ളത്. കാരണം കുറെ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുകയാണ്, ഇതാണ് റോസ്മിൻ, നമ്മുടെ പടത്തിന് ഹീറോയിൻ ആണ്. പവി കെയർടേക്കറിന്റെ പടത്തിന് ശേഷം, ദിലീപേന്റെ പടത്തിന് ശേഷം സെക്കൻഡ് പടം അല്ലേ റിലീസ്, ആഘോഷമായിട്ട് വരുന്നതാണ്. ഇതാണ് റോസ്മിൻ. അപ്പൊ റോസ്മിൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. സോ അമലേട്ടൻ പറഞ്ഞ പോലെ ആഘോഷൻ്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് പവി കെയർടേക്കർ ആയിരുന്നു. ആ ഒരു ടീമിൻ്റെ കൂടെയുള്ള ഒരു ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഈ ടീമിലേക്ക് വരുമ്പം എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ഹാപ്പി ആയ പോലെ തന്നെ ഇവിടെയും ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നമുക്കങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയതെല്ലാം. പക്ഷേ ഇവരെല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും കൂടെ കോ ആക്ടേഴ്സ് നരേനേട്ടൻ, ബോബി ചേട്ടൻ, ജയ്സേട്ടൻ, ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. 2 ദിവസം കൊണ്ട് റിലീസാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഒരുപാട് സന്തോഷം ആഘോഷത്തിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ റുഷിനെ പറ്റി പറയാം. റുഷിൻ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷാജി കലാസാറിന്റെ മകനാണ്. റുഷിന്റെ 3ാമത്തെ റിലീസാണ്. റുഷിന് ഹീറോ ആയിട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റുഷിൻ ആക്ച്വലി കോളേജിൽ
ഒരു ഗംഭീര ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഋഷിന് എന്താ പറയുള്ളത് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് ജയസേട്ടനാണ്. ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് എൻ്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു പടത്തിലെ ഒരു കോളേജിൻ്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ജയസേട്ടൻ വിളിച്ചു, അപ്പം പൂജയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ എല്ലാ ക്രൂവിനെയും പരിചയപ്പെടാൻ പറ്റിയെന്ന്. പിന്നെ നമ്മൾ അതിലോട്ടങ്ങ് ജോയിൻ ചെയ്തു. പിന്നെ ഈ ഒരു പടത്തിന്റെ ക്രൂ, കാസ്റ്റ് എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ സ്പേസ്, വർക്ക് സ്പേസ് ആണെങ്കിലും ഭയങ്കര അടിപൊളി ഫണ്ണായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു അടിപൊളി സിനിമയാണ്. ഒരു വലിയൊരു മെസ്സേജ് പറയുന്ന ഒരു ഫണ്ണായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിസംബർ 25 ആഘോഷം വന്ന് കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്തത് നമ്മുടെ പടത്തിന്റെ ആഘോഷത്തിന്റെ ക്യാമറാമാനാണ് റോജോ. റോജോ ആക്ച്വലി നമ്മുടെ ഈ ടീസറും ട്രെയിലറൊക്കെ വന്നപ്പോൾ എല്ലാവരും സോങ് വന്നപ്പോൾ ഒത്തിരി പേര് അതിന്റെ ഫ്രെയിമിങ്ങിനെ പറ്റിയും ക്യാമറ വർക്കിനെ പറ്റിയും ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ കാരണം നമ്മുടെ DOP റോജോ ആണ്. അപ്പൊ റോജോയ്ക്ക് എന്താ പറയണമെന്ന് നോക്കുക. നമസ്കാരം. എൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് റിലീസാവുന്ന പടമാണ് ആഘോഷം. ഒരുപാട് സന്തോഷമുണ്ട് ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ആഘോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് നിങ്ങളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾ സിനിമ ഒരു വിജയമാക്കി തരണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആർദ്ര. ഭയങ്കര സന്തോഷം ആഘോഷത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. ആൻഡ് എൻ്റെ ബ്ലെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ആഘോഷ മൂവിയിൽ ചെയ്യുന്നത്. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലെസ്സി ആയിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈം മൊത്തം ക്യാമ്പസിലായിരുന്നു എൻ്റെ പോർഷൻ. ആൻഡ് ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു മൊത്തം. അത് 25ന് ഇറങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം ആഘോഷത്തിന്. താങ്ക് യു. നിങ്ങളുടെ സിനിമയുടെ നെടുന്തൂണായി കൂടെ നിന്ന ഞങ്ങളുടെ സ്വന്തം ടൈറ്റസ് സിനിമയെ പറ്റി പറയുന്നതാണ്. താങ്ക് യു ജയ്സേട്ടാ. ഞാൻ ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറാണ്. ഒപ്പം തന്നെ ചെറിയൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ 2025 ക്രിസ്മസിന് ആഘോഷം തൂക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ അവിടെ നിൽക്കുന്നത്. ഇവരാരും ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പുറകിൽ പറയാണ്, ആഘോഷം തൂക്കും. അപ്പൊ കൂടെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ തൂക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ പ്രേക്ഷകരും വരണം, കാരണം നിങ്ങൾക്ക് ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ. അതിനുള്ള എല്ലാ ചേരുവകളും പിന്നെ ഡയറക്ടർ അമൽ കെ ജോബി ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീഫൻ ദേവസിയുടെ 2 സോങ്സ് ഉണ്ട്, അത് ഓൾറെഡി നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൗതമിന്റെ അതിമനോഹര 2 ഗാനങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ രീതിയിലും സസ്പെൻസും ത്രില്ലിങ്ങും കോമഡി എല്ലാം കൊണ്ട് നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ആഘോഷം. പിന്നെ ലിസ് ചേച്ചിക്കുള്ള പ്രത്യേക താങ്ക്സ് ഇരിക്കട്ടെ. ഇനി നമുക്ക് സുജിത്തിന് കൊടുക്കാം. ഈ സിനിമയൊരു സ്വപ്നവും അഭിനയ ഒരു മോഹമായി നടന്ന എനിക്ക് അതിലേക്ക് വഴിയാട്ടിയത് അമലേട്ടനാണ്. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ബോബിച്ചേൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ക്യാൻറ്റീനിൽ. പിന്നെ ഈ 20 ആഘോഷം എല്ലാവർക്കും ഒരു ആഘോഷമായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 25 എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. താങ്ക് യു. ഞാൻ സോനയ്ക്ക് ഹായ്, സോറി കുറച്ച് ലേറ്റായി പോയി. സോ എൻ്റെ പേര് സോന ഫിലിപ്പ്. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സുജിത്തേട്ട, ചേട്ടനാണ് എന്നെ ഇതിനകത്ത് റെഫർ ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് എന്നെ എടുത്ത അമലേട്ടനും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത്. കാരണം ഇതുവരെ ചെയ്തതിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ചെയ്തൊരു മൂവി ആയിരുന്നു. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. നമ്മുടെ സിനിമയിൽ ഇവരെ എല്ലാരെയും കൂടാതെ ഇനിയും ഒത്തിരി ആർട്ടിസ്റ്റിലുണ്ടല്ലേ? നമ്മുടെ കൂടെ ഉള്ളത് അജു വർഗീസും ധ്യാനും, അതോടൊപ്പം തന്നെ ജോണി അന്ന ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, രഞ്ജി പണിക്കർ സാറ്, രഞ്ജി പണിക്കർ സാറിൻ്റെ മോന് നിഖിൽ രഞ്ജി പണിക്കർ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവ്യദർശൻ, മക്ബൂല്, ഷാജു ശ്രീധർ, അദ്ദേഹം നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. കൈലാഷ്, ഇങ്ങനെ ഒരു
ഒരു നല്ലൊരു ടീം വർക്ക് തന്നെ അതിലുണ്ട്. അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന് നമുക്ക് സ്ഥലം തന്നത്, ഈ കോളേജ് 50-55 ദിവസം നമുക്ക് തന്നത് പാലക്കാട് യുവക്ഷേത്ര കോളേജാണ്. ആ കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ലഹരി വിമുക്ത കോളേജിനുള്ള അവാർഡ് കിട്ടിയ കോളേജാണ്. അപ്പോൾ ആ കോളേജ് തന്നെ നമുക്ക് വേണ്ടി എല്ലാ വാതിലുകളും ഈ നല്ലൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി തുറന്നു തന്നു. അപ്പോൾ അത് നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളിച്ച് വേണമായിരുന്നു ഈ സിനിമ ചെയ്യാൻ. അതിനുള്ള സാധ്യതകളെല്ലാം തന്നത് അവരാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ ടീമിൻ്റെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് നമുക്ക് സമൂഹത്തിന് നല്ല പാട്ടുകളൊക്കെ ആണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല സിനിമ. അതെന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു ഉപദേശമോ അങ്ങനെയൊന്നുമല്ല, യൂത്തിനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, കലാലയത്തിൻ്റെ ഒരു പാട്ട് ഇതിലുണ്ട്. അത് അതായത് കൂട്ടിരിക്കാൻ പച്ചമരത്തണലുകളും, അതുപോലെ തന്നെ അതായത് കലാലയത്തിൻ്റെ വേർഡ്സുകളെല്ലാം സന്തോഷ് വർമ്മ മനോഹരമായിട്ട് എഴുതി അതിന് നല്ല ട്യൂണിങ് കൊടുത്തേക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ടുകൾക്കുള്ള ഒരു പ്രാധാന്യം പ്രത്യേകിച്ചും ഈ സിനിമയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒത്തിരിയേറെ നല്ല കുട്ടികളെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, ഒത്തിരിയേറെ കുട്ടികളെ. അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. നല്ല സിനിമകൾ ഒത്തിരിയേറെ പുതിയ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ ഈ പിറ്റേ ദിവസം തന്നെ ടെലിഗ്രാം ഇറങ്ങുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ തിയേറ്ററിൽ വന്ന് നമ്മളുടെ സിനിമ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കേണ്ടതെന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. ഓക്കെ മാം, ഇനി പ്രസിന്റെ ചോദ്യങ്ങൾ ചോദിക്കാം. മൈക്ക് വേണോ? ഡയറക്ടറോട് തന്നെയാണ്. അപ്പം ഗുമസ്തൻ എന്നൊരു ചിത്രം ഇറങ്ങി ഓൾറെഡി അത് ഭയങ്കര പ്രതീക്ഷിക്കാതെ തന്നെ തിയേറ്ററിൽ കോളൽ കുറവ് ഉണ്ടാക്കിയൊരു ചിത്രമായിരുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ത്രില്ലർ ചിത്രം അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഓരോ 10 മിനിറ്റിൽ അടുത്ത എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ഉണ്ടാക്കുന്ന ഒരു ട്വിസ്റ്റ് എലമെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. പ്രേക്ഷകനെ അതാണ് എക്സൈറ്റ് ചെയ്യുന്നത്. ആഘോഷത്തിന്റെ ട്രെയിലർ നോക്കുമ്പോൾ മൊത്തം ഒരു ഫണ്ണാണ്, എൻറ്റയർ ഡിഫറെന്റ് ജോണറാണ്. അപ്പോൾ എന്താണ് ഒരു നോർമലി ഒരു ത്രില്ലർ ഹിറ്റ് ആകുമ്പോൾ അടുത്ത അത് തന്നെ പിടിക്കുക, അല്ലെങ്കിൽ അവിടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തപ്പം എന്നാൽ ഇച്ചിരി കൂടെ കെയർഫുൾ ആയിട്ട് അത് തന്നെ ചെയ്യാം എന്നൊരു ഓബിയസ്ലി ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഈ ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നത്? അല്ല, അതായത് ആക്ച്വലി എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം എനിക്കിപ്പോൾ ഗുമസ്തൻ ത്രില്ലറായിരുന്നു, എൻ്റെ ഒരു പടം റിലീസ് ആവാറുണ്ട്. അത് ഫെബ്രുവരിയിൽ റിലീസാണ്. എതിരെ എന്നാണ് ആ പടത്തിന്റെ പേര്. അത് ആക്ച്വലി അതൊരു പക്ക ത്രില്ലർ തന്നെയാണ്. അത് നമ്മുടെ രമേശ് പിപ്പിള പ്രൊഡക്ഷൻസിന്റെ ബാനർ റാമിന്റെ പ്രൊഡ്യൂസർ ലാലേട്ടൻ ജിത്യ ജോസഫ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത് ഫെബ്രുവരി റിലീസാണ്. അപ്പോൾ അത് പക്ക ത്രില്ലർ തന്നെയാണ്. അപ്പോൾ അത് ത്രില്ലറാണ് നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ജോണർ, ത്രില്ലർ തന്നെയാണ്. പക്ഷെ എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടും പിന്നെ ഇതിന്റെ കഥ, ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ കഥ, ലിസ്റ്റേജ് തന്നെയാണ് ഇതിന്റെ കഥ. കഥ കേട്ടപ്പോൾ ഒരു നല്ലൊരു രസമുള്ളൊരു കഥയായിട്ട് തോന്നി, ഒരു കളർഫുൾ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഒരു ഗട്ട് ഫീൽ ഇറങ്ങിയതാണ്. എന്തായാലും ഇപ്പൊ ഇതുവരെ പുറത്ത് വിട്ടേക്കുന്ന കണ്ടന്റുകൾ വെച്ചിട്ട് ഇപ്പൊ സോങ്സ് ആണെങ്കിലും ട്രെയിലറെ കണ്ടിട്ട് എല്ലാവരും തന്നെ നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മുമ്പോട്ട് ഇനിയും ഈ ഒരു ജോണറിൽ പടങ്ങൾ ചെയ്യാൻ നമുക്കൊരു എനർജി ബൂസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കും. ഇപ്പൊ പടവും അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ടൈപ്പ് പടങ്ങൾ, കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ പേര് പറഞ്ഞു കുറേ നാളെ ഇങ്ങനെ ഒരു കളർഫുൾ പടം വന്നിട്ടുണ്ട്. കാരണം കുറേ നാളുടെ കുറേ സീരിയസ് പടങ്ങളും ത്രില്ലർ പടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ. അപ്പം ഈ ഒരു ജോണറിൽ ഒരു ഫെസ്റ്റിവൽ മൂഡ് ഒരു കളർഫുൾ പടം വന്നിട്ട് കുറേ നാളായിരുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു അല്ലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിലേക്ക് പടം ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നു. ഗുമസ്തൻ പോലെ തന്നെ ഇതും ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയും. ഇപ്പോൾ ഓരോ സീസണിലും ഓരോ ടൈപ്പ് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ മാസ് സിനിമകൾ. ചിലപ്പോൾ ഫെസ്റ്റിവൽ സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മാസ് കളർ സിനിമകളൊക്കെ ആയിരിക്കും നമ്മൾ തിയേറ്ററിൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു അടിയിടി അങ്ങനത്തെ ഒരു പടം, ഒരു ചിരിച്ചിറങ്ങാൻ പറ്റുന്ന പടങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ആഘോഷം എന്താ പറ്റി അതൊരു വെറൈറ്റി ആയിട്ട് ഫെസ്റ്റിവൽ ആണ്, ഫെസ്റ്റിവൽ മൂഡ്, ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകന് ചിരിച്ചിറങ്ങാൻ പറ്റുന്ന ലെവൽ, അല്ലെങ്കിൽ നല്ലൊരു നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഉള്ള ഒരു സിനിമ ആവണം എന്ന് വിചാരിച്ചു തന്നെയല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കാരണം ആഘോഷം ആ പേര് പോലെ ആ പേര് തന്നെയുണ്ട്. ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ ആഘോഷമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് ആഘോഷമായിട്ട് തന്നെ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രേക്ഷകരും ആഘോഷമായിട്ട് ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നത്. കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പ് വരാൻ പറ്റും, കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും ഈ പടം ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല. ഒരു അത് മാത്രമല്ല, ഇപ്പം അപ്പൊ ഇന്നലെയും കൂടെ ഞങ്ങളിങ്ങനെ പടം ഫൈനൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇപ്പൊ നരേൻബോയൊക്കെ എനിക്കൊന്ന് ക്ലാസ്മേറ്റ്സ്ക്ക് ഇപ്പോഴും ആ ഹാങ് ഓവറാണ്. അപ്പം നമ്മുടെ പടത്തിന്റെ ഫൈനൽ മിക്സ് കണ്ട് അവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് വന്ന് കണ്ട് പടം കണ്ട ആൾക്കാർ പോലും ക്ലാസ്മേറ്റ്സിലുള്ള മുരളി എന്ന കഥാപാത്രമൊക്കെ അതിന് വേറെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞാണ് ആഘോഷത്തിൽ കാണുന്നത്. അന്ന് സ്റ്റുഡന്റ് ആണെങ്കിലും
ഇന്ന് അധ്യാപകരാണ് നമ്മുടെ പടത്തിൽ, പക്ഷെ കാണുമ്പം കുറച്ചൊരു ഏജ് കുറവ് തോന്നിക്കുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചുമ്മാ അല്ല, സീരിയസ്ലി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നരേന്ദ്രയുടെ ഗെറ്റപ്പ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ടീച്ചറായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ഗെറ്റപ്പ് പിടിക്കാന്നുള്ളത്. ഞങ്ങൾ മീശ മാത്രം വെച്ചിട്ടൊരു ഗെറ്റപ്പ് ആലോചിച്ചു. അപ്പൊ അത് മുരളി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ എന്ത് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു ഷോർട്ട് ട്രിം ചെയ്തിട്ട് ഒരു താടി വെച്ചൊരു ഗെറ്റപ്പ് പിടിക്കാന്ന് വെച്ചു. പക്ഷെ അത് ഗെറ്റപ്പിൽ വന്നപ്പോൾ അത് നരേന്ദ്ര തന്നെ സജസ്റ്റ് ചെയ്തൊരു ഗെറ്റപ്പായിരുന്നു. എന്റെ വേണ്ടി വേറൊരു ഗെറ്റപ്പായിരുന്നു. പക്ഷെ അത് ആ ഗെറ്റപ്പിൽ കണ്ടപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടർ, സൂര്യ തന്നെ കഥാപാത്രത്തിന്റെ പേര്, ആ ക്യാരക്ടർ അങ്ങനെയാണ് നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാളും മേളിൽ നമുക്ക് കിട്ടി. അത് അതിഗംഭീരമായിട്ട് ഇദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഘോഷം ഈ പറഞ്ഞ തന്നെ ഒരു ആഘോഷം തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് ഒരു നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഈ എന്തുകൊണ്ടും ക്രിസ്മസിന് അടിച്ചുപൊളിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, അതിനകത്തൊരു കണ്ടന്റും ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പൊ സ്റ്റോറി ഉണ്ടായിരിക്കണം, പ്രേക്ഷകനെ പിന്നെയും ചിന്തിപ്പിക്കാൻ ഒരു എലമെന്റ് ഉണ്ടാകണം. അപ്പം ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി അല്ലെങ്കിൽ റൊമാൻസ് ക്യാമ്പസ് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഓൾറെഡി ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. നോർമലി ഇങ്ങനെ ഒരു ഇട്ടവട്ടം പ്രണയമായിരിക്കും, അതിൽ നടക്കുന്ന ഇൻസിഡൻസ് ആയിരിക്കാം, അത് ചുറ്റുപാട് നടക്കുന്ന ബാക്കപ്പ് പല കാര്യങ്ങളായിരിക്കാം. അപ്പം അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഇതിനകത്ത് ആഘോഷം എന്തുകൊണ്ട് തിയേറ്ററിൽ പ്രേക്ഷകർ കാണുന്നുള്ള ഒരു ആഘോഷം ആക്ച്വലി കഥ പറയുന്ന പശ്ചാത്തലമാണ് കോളേജ്. അതിനപ്പുറത്തേക്ക് കഥയ്ക്ക് ഒരു വളർച്ചയുണ്ട്. അത് നമ്മൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, അത് സീരിയസ് ആയിട്ട് ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നു, പറയുന്നുണ്ട്. അതിന്റെ ബാക്ക് ഡ്രോപ്പ്, അതിന്റെ പശ്ചാത്തലമാണ് കോളേജ്. ഇപ്പൊ കോളേജിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എല്ലാ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ആ കോളേജിന്റെ എല്ലാ വൈബും ഈ പടത്തിലും ഉണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന കഥ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ സീരിയസ് കഥ നമ്മൾ പറയുന്നുണ്ട്. ആ കഥ നമ്മൾ തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഉറപ്പായിട്ടും അത് വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നരേൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പം സിനിമകൾ പഠിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഹിറ്റുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഫാർമ ഇറങ്ങി, അതിൽ നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആഘോഷം ഇറങ്ങുന്നു. മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങൾ 3 തരത്തിൽ ആളുകൾ ആഘോഷിക്കുന്നു. എങ്ങനെയാണ് ആഘോഷത്തിലെ കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ഒരു പഴയ ഒരു കാലത്തിലേക്ക് ഒന്നുകൂടെ അടിച്ചു പൊളിക്കാനായിട്ട് അവസരം കിട്ടിയോ? ഞാൻ ശരിക്കും സാഹസം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കഥ കേൾക്കുന്നത്. അപ്പൊ അന്ന് ആദ്യം കേട്ട കഥ ഇതായിരുന്നില്ല. അപ്പോൾ പിന്നീട് നമ്മൾ വേറൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോൾ ഞാനും ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പടം ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഐ ഫെൽറ്റ് ദറ്റ് ഒരു ഫൺ ഫിലിമിൻ്റെ ഭാഗമാവണം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം, നമ്മൾ പറയില്ലേ, ചില ഇങ്ങനെ പറയും, ഇപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നു, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കഥ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിംഗ് കേൾക്കുമ്പോൾ തോന്നിയത്. നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റ് മാത്രമല്ലാണ്ട് ദർ ഈസ് എ സ്റ്റോറി ഇൻസൈഡ്. ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത്, ഈ ക്യാരക്ടർ ക്യാമ്പസിലേക്ക് വരുന്നത്. അത് പതുക്കെ റിവീൽ ചെയ്ത് വരുന്നൊരു സിനിമയാണ്. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. സോ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഇത്രയും വലിയ ബഹളവും ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതങ്ങ് കയറി ക്ലിക്കാവാനുള്ളൊരു പോസിബിലിറ്റി അതിനെ നമ്മൾ കാണുന്നു. അതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടത് പ്രസന്റ് മീഡിയയിൽ നിന്നാണ്. അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാനിത് ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ലിസി ചേച്ചിനെ മീറ്റ് ചെയ്തപ്പോൾ ലിസി ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CN ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യും. എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ സിനിമയെ കാണുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ വേറെ ഏതെയോ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടത്തിന് കാശിറക്കി പോകുന്നു, അയാൾക്ക് പ്ലസ്സോ മൈനസോ മൈനസ് ആയ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ്. ആൻഡ് അമലിൻ്റെയും ചേച്ചിയുടെയും ഇത് 2ാമത്തെ റിലീസാണ്. അമൽ 1-2 വേറെയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പല കാൽക്കുലേഷൻസ് വെച്ച് നോക്കിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ദിസ് ഷുഡ് വിൻ, ദിസ് ഷുഡ് ബി മൈ ഫിലിം, ഐ ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് എനിക്കും തോന്നി. ആൻഡ് ഈ ഒരു ഇങ്ങനത്തെ പല ചിന്തകളിലൂടെയാണ് ഞാൻ അങ്ങനെ പല ചിന്തകളിലൂടെയാണ് ഞാൻ ഇത് ഒന്ന് കമ്മിറ്റ് ചെയ്തു. പിന്നെ വന്നതിന് ശേഷം ഐ ലവ് നമ്മളെപ്പോഴും ചില സിനിമകൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു അധികം പടങ്ങൾ അധികം ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ മനഃപൂർവ്വമല്ല, ഇപ്പൊ ചെയ്യുന്നത് കുറച്ച്
ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പൊ ഞാൻ ഈ ചെയ്ത സാഹസം തന്നെ ആയാലും ശരി, എക്കോ ആയാലും ശരി, ഫാർമയായാലും ശരി, ഇത് ഈ പറഞ്ഞ പോലെ ആഘോഷം എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഉചിതമായ രീതിയിലായിരുന്നു ഇതിന്റെ ലൊക്കേഷനും ഇതിന്റെ സെറ്റപ്പും ഇത് വർക്ക് ചെയ്ത ആൾക്കാരും. അതിൽ നിന്ന് കുറെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതിലുള്ള കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഇവരുമായിട്ടുള്ള ഒരു കോഡ്ഷിപ്പും. അപ്പോൾ നമ്മൾക്ക് പിന്നീട് നോക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കാവുന്ന മനോഹരമായ കുറെ മുഹൂർത്തങ്ങൾ നൽകിയ ഒരു സിനിമയാണ് ആഘോഷം. പിന്നെ ചോദ്യത്തിന് നമ്മൾ പല ജോണേഴ്സും ട്രൈ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജോണർ എനിക്കും ഒരു പുതുമയാണ്. സോ ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവുന്നത് എനിക്കും ഒരു പുതുമയാണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു ഇതിലേക്ക് വന്നത്. താങ്ക് യു. ജേസൺ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഗുമസ്തലി ഒന്ന് ഞെട്ടിച്ചു, ഒരു ആരാച്ചാർ എന്ന ലെവലിലോട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു പള്ളിയിലച്ചൻ എന്ന ലെവലിലേക്ക് ഇപ്പൊ കാണുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാനും അമലും എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ലീഡ് കഥാപാത്രം ചെയ്യാൻ ഇങ്ങനെ ഒരു കഥ വന്നു. ഞാനും അമലുമായിട്ട് ഡിസ്കസ് ചെയ്തു, നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷമാണ് നമുക്ക് രണ്ടാമത് എങ്ങനെ ഒരു നല്ലൊരു സിനിമ കൂടി എടുത്ത് ചെയ്യണം, നമുക്ക് എന്താണ് പരിപാടി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സ്റ്റീഫൻ ദേവസിയാണ് എനിക്ക് ചേച്ചീനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ചേച്ചിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ മനസ്സിൽ ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയെ കണ്ടു. ചേച്ചി ഈ കഥ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റായി മാറി. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു, അത് അമല തന്നെ തിരക്കഥ എഴുത്, എന്നിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരമായി വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായകന്റെ അടുത്ത് പോയി അടിമേടിക്കുന്ന പരിപാടികളൊക്കെ മാറി എനിക്ക് ഇതും കൂടി പറ്റുമെന്ന് തെളിയിക്കാൻ ഒരു കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഥ കേട്ട വഴി ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു മേടിച്ചതാണ് ഈ വള്ളിയിലച്ഛൻ്റെ കഥാപാത്രം. അതെന്നെ വിശ്വസിച്ച് തന്ന അമലും ചേച്ചിക്ക് ഒരുപാട് നന്ദി. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഗംഭീരാവട്ടെ. താങ്ക് യു. ബോബി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? സുഖം സുഖം സുഖം. ഇപ്പം സിനിമകൾ ഇപ്പൊ അടുപ്പിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കഥാപാത്രങ്ങൾ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സീരിയസ് കഥാപാത്രം പണിയിലൊരു ഗംഭീര കഥാപാത്രമായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന് സുമതി വളവിൽ അതിലും ഗംഭീരമായിട്ട് വന്നു. ആഘോഷത്തിൽ എന്താണ് കോളേജ് വൈബിലൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? കോളേജില് ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകനോ സ്റ്റുഡൻ്റ് ആയിട്ട് വേണേ പിന്നെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ലേ, കോളേജിലെ ക്യാൻറ്റീനിൽ നടത്തുന്ന ഒരാളായിട്ടാണ്. അപ്പം ആ ക്യാരക്ടറിന് ഒരു റോളുണ്ട്. ഐ മീൻ റോൾ ഇൻ ദ സെൻസ്, ആ ത്രൂ ഔട്ട് ഒരു സിനിമയിൽ അത് പതുക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതെന്നും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ സിനിമയിലാണ് പറയുന്നത്. പണിയുമായിട്ട് അതെ, ആക്ച്വലി പണിയുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. സുമതി വളവിൽ ഞാൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടറാണ്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. പിന്നെ പേര് പോലെ തന്നെ ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഞാൻ ആഘോഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നതിനെ ഓരോ സിനിമകളും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആഘോഷവും എനിക്ക് അങ്ങനെ ഒരു സിനിമയായിരുന്നു. അതുപോലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കൂടെ, പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇതിൽ അഭിനയിച്ച ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ എല്ലാവരും, ആർക്കും കാറ്റഗറൈസേഷൻ ഒന്നുമില്ല, എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം നരേൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ചാക്കോ മാഷിൻ്റെ 50 പവനിടയ്ക്ക് നമ്മുടെ വിഭവം മുങ്ങിപ്പോരെന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മീഡിയയുടെ സപ്പോർട്ട് വേണം. ഇത് മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക. ഇതൊരു സിനിമ നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സിനിമ ഞാൻ ഫൈനൽ ടോട്ടൽ കണ്ടില്ല, ബട്ട് ഞങ്ങളെല്ലാവരും ചെയ്ത, നമ്മൾ അഭിനയിച്ച ഏരിയകളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് ഒരു കൊച്ചു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അന്നേരം ഇവിടെ ഹലോ വലിയ കമൽഹാസൻ ഫാൻ ആണെന്ന് അറിയാം. അപ്പോൾ ഈ പ്രൊഫസർ റോൾസ് ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് നരേനൊക്കെ ചെയ്യുമ്പോൾ നരേന ആലോചിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മവരിൽ കമൽ സാർ ഒരു പ്രൊഫസർ റോൾ ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻറ്റും വളരെ യുണീക്കുമാണ് ആ വേഷം. ആൻഡ് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനോ
എന്തെങ്കിലും ഈ ആഘോഷത്തിൽ ഈ പ്രൊഫസറിനെ ചെയ്യുമ്പോൾ പോയോ നമ്മവരുടെ വേഷത്തിൽ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ ഇതിന്റെ പശ്ചാത്തലം വേറെ ഒരു ഇത് ആയതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ മൊത്തം സീരിയസ് ആയ ഒരു രൂപമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത് നോക്കിയിരുന്നു. ഇന്റർപ്രറ്റ് ചെയ്തേനെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെറ്റപ്പ് ആയിരുന്നു കമൽ സാറിൻ്റെ. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ചില സബ്ജക്റ്റുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റെഫറൻസുകൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക. അത് നമ്മൾ ചെയ്യാറുമുണ്ട് ചിലപ്പോൾ. പക്ഷെ ഇങ്ങനെ ഈ പടത്തിന് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇത് കുറച്ചും കൂടിയും സിമ്പിൾ നറേഷനിൽ പോയി പിന്നെ ഈ ക്യാരക്ടറിന് ഒരു പാസ്റ്റും ഇയാളുടെ ഒരു കുറച്ച് ഇമോഷണൽ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ അമലിന്റെ ബ്രീഫിംഗ് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് നമ്മൾ എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴാണ് ഞാനത് ഇങ്ങനെ ആലോചിക്കുന്നത് ആക്ച്വലി. കാരണം ചില സിനിമകൾക്ക് അത് ആവശ്യം വരും. നമ്മൾക്കത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മുടെ ചേട്ടന്മാര്, നമ്മൾക്ക് ഇഷ്ടംപോലെ ലൈബ്രറി ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടംപോലെ മഹാനടന്മാര് അഭിനയിച്ചതൊക്കെ പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചിലപ്പോൾ അത് വരും നമ്മളിലേക്ക്. അത് നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഈ കരിയറിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ നരയൻ വളരെ സൂപ്പർ സെലക്റ്റീവ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മന്ത്സ് വെയിറ്റ് ചെയ്ത സമയമൊക്കെ ഉണ്ട് ബെസ്റ്റ് സ്ക്രിപ്റ്റിന്. മന്ത്സ് അല്ല, ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം അല്ല. അതും ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ആണല്ലോ, നമ്മൾ നല്ലതിന്റെ ഭാഗമേ ആവുള്ളൂ എന്നുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാക്കിച്ചട്ടയൊക്കെ റീമേക്ക് ചെയ്യാനൊക്കെ കുറെ ട്രൈ ഔട്ട് ചെയ്യും, അതിനുവേണ്ടി കുറെ മന്ത്സ് ഒക്കെ ചെലവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഫാർമ വരുന്നു, എക്കോ വരുന്നു. ഇപ്പൊ എക്കോയിൽ തന്നെ ഈ ഡയലോഗ്സിന്റെ ഷിഫ്റ്റ് ഒക്കെ ഇപ്പം ഞാൻ നന്നായി പെരുമാറും, അതെന്റെ അമ്മ പഠിപ്പിച്ചതാണ്, പക്ഷെ അത് ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നിടത്തൊക്കെ തിയേറ്ററിൽ കയ്യടിയായിരുന്നു. അപ്പം ഇപ്പൊ കുറച്ചും കൂടി നരയൻ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് എല്ലാ വേഷങ്ങളിലേക്കും എല്ലാ സ്പെക്ട്രത്തിലേക്കും ഫിറ്റിനാവുന്ന പോലെ അങ്ങനെ ഒരു, അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഈ കുറച്ചധികം പടങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് ആദ്യമേ ഉണ്ട്. മനഃപൂർവ്വം അല്ല ചെയ്യാത്തത്. പിന്നെ പലപ്പോഴും ചിലത് നടന്നു പോവാത്തതാണ്. പല പടങ്ങളും ഇപ്പം നേരത്തെ കാക്കിച്ചേട്ടെ മാത്രമല്ല, ഇഷ്ടംപോലെ സിനിമകൾക്ക് വേണ്ടി ഞാൻ കുറേ നാളുകളും മാസങ്ങളും അതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച് ചിലവരുടെ ഫൈറ്റ് കുറച്ചും കൂടിയും സമയമെടുക്കും, ചിലവരുടെ വളരെ എളുപ്പമായിരിക്കും ചിലവരുടെ ലൈഫിൻ്റെ യാത്ര. അപ്പം എനിക്ക് പലപ്പോഴും ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോയി നടന്ന് ശ്രമിച്ചിട്ടുള്ള പടങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട്. അതെന്തോന്ന് എനിക്കറിയില്ല. പല കാരണങ്ങളായിരിക്കാം. ലാസ്റ്റ് മിനിറ്റിലായിരിക്കാം പല ചേഞ്ചസും വരിക. ചില പ്രൊഡക്ഷനിൽ നിന്ന് പോകുന്നു, ചിലപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം വരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നു, അദ്ദേഹം അവരുടേതായ രീതിയിൽ നിൽക്കുന്നു, പലതും നടക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ നമ്മൾ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ നേച്ചറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരിക്കാം എൻ്റെ തോട്ടിൽ നിന്നും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചധികം പടങ്ങൾ വരുന്നതും. അതായിരിക്കാം ചിലപ്പോൾ നേച്ചർ തീരുമാനിച്ചതായിരിക്കാം. കുറെ കാലം ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ പ്രൊഫസർ ആവാണ്. എന്തായിരുന്നു മനസ്സിൽ? ഒരു ഗുഡ് ലുക്കിംഗ് പ്രൊഫസർ എന്നാണോ അതോ മെച്ചുവേർഡ് പ്രൊഫസർ, അങ്ങനെ എന്താ മനസ്സിൽ വിചാരിച്ചത്? അല്ല, ഇയാള് കുറെ കൂടിയും ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. എന്നാ പിന്നെ അധികം മെച്ചൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിക്കണ്ടല്ലോ എന്നുള്ളത്. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാള് വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല, ഇയാൾ വേറൊരു ഷെയ്ഡ് ഉണ്ടെന്ന്. അതാണ് പറഞ്ഞ് കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു, അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ് അദ്ദേഹം. ഏജിങ് ബോദർ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഒരു പുള്ളി ഒരു ചാനലിനുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കുക. മോനെ പേഴ്സണൽ ഇന്റർവ്യൂ അല്ലേ, പ്രസ് മീറ്റാ? പേരിലുണ്ട് നര. അതെ. ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കഥ അത്രമാത്രം ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ടാകണം. ആ പ്രൊഡ്യൂസർ പറഞ്ഞ കഥയാണ്, അവരുടെ ജീവിതവും കൂടെ ബന്ധിക്കുന്ന കഥയാണ്. നമ്മൾ ഓരോ ആക്ടേഴ്സിനോട് പറയുമ്പം അവരെങ്ങനെയാണ് റെസ്പോൺസ് ചെയ്തത്, അത് നിങ്ങൾക്കും അതിന് മറുപടി പറയാവുന്നതാണ് കേട്ടോ. ഓരോ ആളുകൾക്കും മറുപടി പറയാവുന്ന ഒരു സംഭവമാണ് ഇത്. ആക്ച്വലി സ്റ്റേജിന്റെ കഥയാണ്. അതായത് ഞാനും ജെയ്സേട്ടനും ഇതിന്റെ പ്രൊജക്ട് ഡിസൈനർ ടൈറ്റസ്, ഞങ്ങൾ മൂന്ന് പേരാണ് ആദ്യം കഥയൊക്കെ വേണ്ടി പോയത്. അപ്പം ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പോയ വഴിക്ക് ഞങ്ങൾ കാറിൽ ഡിസ്കസ് ചെയ്ത്, ഒന്നൊരു ലേഡിയാണ്,
രണ്ട് സാധാരണ പൊതുവേ നമുക്കൊരു മുൻവിധി ഉണ്ടല്ലോ. ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ലേഡീസ് ആരെയും കഥ പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരാവുന്ന കുറച്ച് എലമെന്റ്സ് ഈ സെന്റിമെന്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു പരിപാടിയായിരുന്നു അങ്ങനെ വിചാരിച്ചു. ഒരു തിയേറ്ററിക്കൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന ആ ഒരു ധാരണ ഞങ്ങൾ പോകുന്നത്. എന്നാൽ നമ്മൾ മീറ്റ് ചെയ്യുന്നു, കാണുന്നു, സംസാരിക്കുന്നു, നമുക്ക് നോക്കാനൊക്കെ ബേസിൽ പോവാണ്. ഞങ്ങളവിടെ ചെന്നു, അതേ മുൻവിധിയോടെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവിടെ എനിക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ ഞങ്ങൾ ഇരുന്നേ. അപ്പോൾ ചേച്ചി വന്നു, ഞങ്ങളൊരു കഥ പറഞ്ഞ പരിചയപ്പെട്ട് കഥയൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ നേരെ വിപരീതമായിട്ട് ശരിക്കും ഒരു തിയേറ്ററിക്കൽ പടത്തിന് വേണ്ട എല്ലാ എലമെന്റ്സും ഉള്ള പോലത്തെ ഒരു നല്ലൊരു കഥയാണ് ലിസ് ചേച്ചി പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 10-20 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് സ്പിരിച്വലി ആണെങ്കിലും അല്ലാതെയൊക്കെ അത്യാവശ്യം എനിക്കൊന്ന് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് ചേച്ചി. ഒത്തിരി ബന്ധങ്ങളുള്ള ആളാണ്. അപ്പം അവിടെ നിന്നൊക്കെ കണ്ടും കേട്ടുമായിട്ടുള്ള പല എലമെന്റ്സ് ഒക്കെ ഓർത്തിണക്കിക്കൊണ്ടാണ് ചേച്ചി ഈ കഥ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ മാത്രമല്ല, ഇപ്പം ആദ്യം ചേച്ചി പറഞ്ഞ പോലെ തന്നെ CN ഗ്ലോബൽ എന്നുള്ള ഇവരുടെ ബാനറിൽ ചെയ്യുന്ന പടങ്ങൾ ചെയ്യുമ്പം വെറുതെ എന്തെങ്കിലും ചെയ്യാതെ ആ ചെയ്യുന്ന സിനിമകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശവും ഈ ബാനറിനുണ്ട്. അത് ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാ ആൾക്കാർക്കും കയറി കാണാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടം അങ്ങനെ ചെയ്യണം നമുക്ക്. അല്ലാതെ വെറുതെ പടത്തിന് വേണ്ടി അനാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ ഗിമിക്ക് കാണിക്കാനൊന്നും നിൽക്കണ്ട. കൃത്യമായിട്ട് അങ്ങനെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതായത് അല്ലെ ഫൈറ്റ് പറ്റത്തില്ല, മറ്റേ കുറെ എലമെന്റ്സ് ഉണ്ട്. ഭയങ്കര രസമാണ് ചേച്ചി. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നതാണ് ചേച്ചി. പിന്നെ ഈ കഥ ഞങ്ങളിപ്പം അത് മാത്രമല്ല, ഈ കഥ ഞങ്ങളിവിടെ ഫസ്റ്റ് നരേൻ ഭായിയോടും ബോബിച്ചേട്ടും ജയ്സേട്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കും ഈ കഥ കേട്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമായി. അപ്പം കേട്ട പോലെ തന്നെ ഞങ്ങളെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എനിക്കൊന്ന് ബോബിച്ചേട്ട് നമ്മൾ ലണ്ടനിൽ നിന്ന് വരുന്ന വരവാണ്. ലണ്ടനിൽ നിന്ന് വന്ന് നേരെ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ രാവിലെ ഒരു ദിവസം 10 മണിക്ക് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പം അന്ന് നരേൻ ഭായി വന്നിട്ടുണ്ടായിരുന്നു, ജയ്സേട്ടൻ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇവരെ ഒരുമിച്ച് വീണ്ടും നറേറ്റ് ചെയ്തു. നരേൻ ഭായി നേരത്തെ നറേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞാൻ വീണ്ടും ഇവരുടെ എല്ലാവരും നറേറ്റ് ചെയ്തു. എല്ലാവർക്കും ഒരേപോലെ ഇവരുടെ ക്യാരക്ടേഴ്സും ഈ കഥയും ഇഷ്ടമാവുകയാണ്. അന്ന് ഞങ്ങൾ അന്ന് ഇവര് തന്നൊരു കോൺഫിഡൻസും ഇവര് തന്നൊരു കൈയുണ്ട്. അതാണ് അന്ന് തുടങ്ങിയ ഒരു ജേർണിയാണ് ഈ നിമിഷം വരെ ഇവിടെ എത്തി നിൽക്കുന്നു. പേര് പോലെ തന്നെ ആഘോഷമായിട്ട് തന്നെ. പിന്നെ ബോബിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ബോബിച്ചേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ വേറെ വൈബാ. കാരണം ബോബിച്ചേട്ടൻ ഉള്ള സമയവും ഇല്ലാത്ത സമയവും കൃത്യമായിട്ട് അറിയാം. ഇവിടെ മിക്ക ആൾക്കാർക്കും ഇദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്ന തോന്നുന്നു. കാര്യം അത്രയും എനർജിയാണ്. പിന്നെ ഇവരുടെ ഒരു കോമ്പിനേഷനും ഭയങ്കര രസമാണ്. നരേൻ ഭായി, ജയ്സേട്ടൻ, ബോബിച്ചേട്ടൻ, അല്ലെങ്കിൽ മക്ബുൽ ഇവിടെ ഇല്ല, മക്ബുല്, ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ അപാര കോമ്പിനേഷനാണ്. അപ്പൊ നമ്മൾ ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഈ കഥ എല്ലാവർക്കും തന്നെ കണക്ട് ആയിട്ടുള്ള, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കഥയായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഇവരെല്ലാവരും ഈ പടത്തിന് കൈ തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ആക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇപ്പൊ ബോബിക്കാണെങ്കിലും ആ കഥ കെട്ടി ചെയ്യുമ്പോൾ ചേച്ചിക്കുണ്ട അനുഭവങ്ങളാണ് പറയുന്നത്. ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ചേച്ചി അത് തരണം ചെയ്തു പോയത്? ആ ചേച്ചി ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആ ഒരു മൂടൊക്കെ ബോബിക്ക് തോന്നിയിരുന്നു? എല്ലാവർക്കും തോന്നുന്ന ഒന്നാണ്. അല്ല, ഒന്നാമത് ഞാൻ കഥ എന്നോട് നരേറ്റ് ചെയ്യുന്നത് അമലായിരുന്നു. ഞാൻ ആ ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോൾ കിങ്സ് ബിന്നി എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്തത്. അതിനകത്ത് ചെറിയൊരു മാസും ഇച്ചിരി കോമഡിയും എല്ലാം കൂടെ ചേർന്നൊരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, കാരണം ഒരുപാട് ടെൻഷൻസ് ഒന്നുമില്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് തോന്നി. പിന്നെ എൻ്റെ ടീം, ഞങ്ങളെല്ലാവരും ഇതിന്റെ നായകനും നരേനും ജെയ്സും എല്ലാവരും കൂടെ ഇരുന്നാണ് ഒന്നിച്ചാണ് കഥ കേൾക്കുന്നത്. അപ്പോ കേട്ടപ്പോൾ തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും തന്നെ വർക്കായി. എനിക്കൊന്ന് ജെയ്സിനെ ഒഴിച്ച് പള്ളിയിലെ കോമഡി പറഞ്ഞാണ് കേട്ടോ. ജെയ്സും ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. എല്ലാവരും എന്താ പറയുന്നത്, എൻജോയ് ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആ കഥാപാത്രം ഉണ്ടല്ലോ, നമ്മുടെ കഥാപാത്രം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കഥാപാത്രം ചേച്ചി പറഞ്ഞ ഒരു അനുഭവം ഉണ്ടല്ലോ, ഇന്ന ആളാണ് ആ ചേച്ചിയുടെ വീട്ടിൽ, ഇന്ന ആളാണല്ലോ ആ കഥാപാത്രം. അപ്പൊ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്നാണോ ഈ കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കുന്നത്? അത് ചേച്ചി തന്നെ പറയേണ്ടി വരും, കാരണം ചേച്ചി ഈ കുമ്പസാരൊക്കെ സിനിമ ആക്കുന്നത്. ഇത് ആക്ച്വലി അങ്ങനെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തതല്ല. ചേച്ചി പല വർഷങ്ങളായിട്ട് കേട്ടിട്ടുള്ള, കാരണം കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതാണ് ചേച്ചി. അപ്പം ഒത്തിരി എക്സ്പീരിയൻസുകളിൽ നിന്നും അങ്ങനെ പല ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയേക്കുന്നത്. ഒരാളുടെ മാത്രം ലൈഫ് സ്റ്റോറി അങ്ങനെ റിയലിസ്റ്റിക് സബ്ജക്റ്റ് അല്ലത്. എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയ ഒരു കഥയാണത്. ഈ നരമ്പായിക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രൊഫസർ വേറെ ഈ കുമ്പസാര രഹസ്യങ്ങളായിട്ട് പ്രൊഫസർ ഇനി വരുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഈ പ്രൊഫസറിന്റെ കഥാപാത്രം ഒരാൾ എന്തായാലും കുമ്പസാരിക്കും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു, അല്ലെ? കൗൺസിലിംഗ് കഴിഞ്ഞാൽ മിക്കവാറും പലവരും, ഒരാളല്ല പലവരും വരും മിക്കവാറും. ഞാൻ ഈ പറഞ്ഞ പോലെ, അത് ഞാൻ നേരത്തെ നേച്ചറിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ പടത്തിലേക്ക് സാഹസൻ എന്ന് പറഞ്ഞ സെറ്റിലാണ് ഞാനിത്
ആദ്യം കഥ പറയുന്നത്. പക്ഷെ അന്നത്തെ കഥ ഇതായിരുന്നില്ല, കുറച്ചൊരു അത് നമുക്കങ്ങ് എല്ലാവർക്കും അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. പിന്നെ അതങ്ങ് വിട്ടു. പിന്നീട് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു നിമിത്തം പോലെ നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഗുമസ്തനെ കുറിച്ച് പറയായിരുന്നു. അങ്ങനെ റീസെന്റ് ഗുമസ്തൻ കണ്ടു, നീ അതിൽ ഞാനൊരു ലാസ്റ്റ് സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവര് ആ ടീം ഒരു മാസം മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങ് ആ സബ്ജക്റ്റ് അവർ റീവർക്ക് ചെയ്യാണ്. പക്ഷെ അതിപ്പോ ചിലപ്പോൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുക, ചിലപ്പോൾ അവർ റീവർക്ക് ചെയ്തിട്ട് അത് വേറെ ആരെങ്കിലും വെച്ച് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ പിന്നെ അത് കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് പറഞ്ഞ് വിത്തിൻ 2-3 hours 2-3 മണിക്കൂറിന് ശേഷം ജെയ്സ് വിളിക്കുകയാണ്. ഭയങ്കര ഓക്കെ, ജെയ്സ് വിളിച്ചു. ഞാനത് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഒരു മാസം മുമ്പ് കേട്ട കഥയെ കുറിച്ച് പറഞ്ഞ് അത് നമുക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷെ ചിലപ്പോൾ അത് റീവർക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ടോ അവർ എൻ്റെ അടുത്ത് വന്നില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇരിക്കെ ജെയ്സ് വിളിച്ച് പറയുകയാണ്, അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് നാളെ കേട്ടാലോ. അതെനിക്ക് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. അപ്പോഴാണ് എന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ബോബിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബോബിയുടെ അടുത്ത് അന്ന് പിറ്റേ ദിവസം പറയണു, വന്ന് നോക്കിയപ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു ഇത്തവണ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതിലേക്കുള്ള എൻട്രി. പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല, അത് ചേച്ചി തന്നെ പറയേണ്ടി വരും. അതായത് ഞങ്ങൾ ആദ്യം ഈ കഥ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നരേൻ ഭായ് തന്നെയായിരുന്നു. കാരണം ഞാനും ജെയ്സനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ആ ക്യാരക്ടർ സൂരജ് എന്നുള്ളൊരു കോളേജ് അധ്യാപകന്റെ ക്യാരക്ടർ നരേൻ, കാരണം നമ്മളെ മൈൻഡിൽ അദ്ദേഹത്തെ മീൻസ് ഓൾറെഡി ഗുമസ്തയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് നരേൻ ഭായ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മേൽ അതും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്യാരക്ടർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് ആണെങ്കിലും ബാക്കി അല്ലെങ്കിൽ പല സീൻസ് നമ്മൾ എഴുതുമ്പോഴൊക്കെ അതൊക്കെ പറയാം, വരട്ടെ സമയം. അപ്പോ പല ഡയലോഗ്സും പല സീൻസും ഒക്കെ നരേൻ ഭായ് മനസ്സിലാണ് നമ്മൾ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നരേൻ ഭായ് ഈ പടത്തിൽ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആദ്യം പറഞ്ഞ കഥയിൽ നിന്ന് കുറച്ച് കറക്ഷൻസ് ചെയ്ത് റീവർക്ക് ചെയ്തിട്ട് വീണ്ടും നരേൻ ഭായ് വേണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ റീവർക്ക് ചെയ്ത് ഇദ്ദേഹത്തെ കേൾപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ രണ്ടാമത്തെ വേർഷൻ ഇവർക്ക് വർക്കായി, ഇഷ്ടമായി. അങ്ങനെയാണ് വീണ്ടും ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആഘോഷം അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ആഘോഷമാക്കിയിട്ട് നമുക്ക് പിന്നീട് അതും ഒരു ആഘോഷമാക്കാം. ഇപ്പൊ പെട്ടെന്ന് പറയാനുള്ളത് 27-ാം തീയതി ഓഡിയോ ലോഞ്ച് ആണ് മലേഷ്യയിൽ വെച്ചിട്ട്. അപ്പൊ അതിന് പോണം, ഇത് മാത്രമേ പറയാനുള്ളൂ. ശരി. ഇല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ വിളിച്ചിട്ടുമില്ല. അപ്പൊ ഇതിൽ വിളിച്ചോണ്ട് ഇതിലോട്ട് വന്നു. ഇപ്പൊ നമ്മുടെ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നടനായിട്ട് നമ്മുടെ പടത്തിൽ വന്നു. നമ്മുടെ പടം കഴിഞ്ഞിട്ട് നേരെ ഋഷിയും പോയത് വരവിന്റെ ലൊക്കേഷനിലേക്കാണ്. അതായത് ഷാജി കല സാർ ഡയറക്ട് ചെയ്യുന്ന ജോജു ജോർജ് അഭിനയിക്കുന്ന പടത്തില് ഷാജി സാറിന്റെ ബോബിച്ചേട്ടനുണ്ട്. ഷാജി സാറിന്റെ അതായത് സ്വന്തം അച്ഛന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഋഷിൻ വന്നിരിക്കുന്നത്. അതെ, അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ അസോസിയേറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വരുന്നുണ്ട്. ഇല്ല, ഞാൻ ചോദിക്കാറുണ്ട് അച്ഛൻ്റെ അടുത്ത് ക്യാരക്ടർ തരുമോ. ക്യാരക്ടർ ഇല്ല. അതെ, ഉണ്ടെങ്കിൽ പറയല്ലോ. ഇല്ല, തോന്നിയിട്ടില്ല. ഇല്ല തോന്നിയിട്ടില്ല. അച്ഛൻ പറഞ്ഞതാണ് കറക്റ്റ്. ഇത് അടിപൊളിയാണ്. ഇത് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് നമ്മളിത് ഫുള്ളി വർക്ക് ചെയ്തത്. അപ്പം നമ്മളൊരു ഷൂട്ട് മൂടെ അല്ലായിരുന്നു, മൊത്തം ഒരു സെലിബ്രേഷൻ. ഇതിൽ ടാഗുകൾ പോലെ തന്നെ മൊത്തം ഒരു സെലിബ്രേഷൻ ആയിരുന്നു പടം മൊത്തം. അപ്പോൾ ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും സ്റ്റാർ കാസ്റ്റും ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഇത്രയും ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ചില ആക്ടേഴ്സ് ഓൺ സെറ്റിൽ ഉണ്ടാക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് പെർഫോമൻസിനെ വല്ലാതെ എൻഹാൻസ് ചെയ്യിക്കും. ഇപ്പം ആഘോഷത്തിന് തന്നെ ഈ സെറ്റിലെ റീൽസും കാര്യങ്ങളൊക്കെ വളരെ രസമുള്ളായിരുന്നു. ഇപ്പം ഈ എൻ്റെ അറിവിൽ ജോജു ചേട്ടനാണ് ആദ്യമായിട്ട് ഒരു പടം ഹിറ്റ് ആവുന്നതിന് മുമ്പേ ഒരു ആഫ്റ്റർ പാർട്ടി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ചാർലിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലാൽ സാറൊക്കെ ചെയ്യുന്ന ആഘോഷങ്ങൾ അറിയാം, ബേസിക്കലി ഫുഡൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആളുകളോട് തമാശ പറഞ്ഞിട്ട്.
ഇതൊക്കെ അവിടെ നിന്ന് വരുന്നൊരു ലൈഫ് ലെസൺ ആണോ? ദാറ്റ് നമ്മൾ ലൊക്കേഷനിൽ കുറച്ചുകൂടി ഈസിയായി ഫ്രീ ആയി ജോവിയലായാൽ നല്ല പെർഫോമൻസസ് ചേൺ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സൈക്കോളജിയിൽ നിന്ന് വരുന്നതാണോ? ഐ മീൻ ബീങ് ഹാപ്പി എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു പണിയല്ല. അപ്പം ഞാൻ മാക്സിമം എൻ്റെ ത്രൂ ഔട്ട് ലൈഫിലും അല്ലാതെയും ജോലി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ലൊക്കേഷനിലാണെങ്കിലും മാക്സിമം ഫൺ അല്ലെ കോമഡിയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും അല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും. അന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരാൾ ഒരു ബാഡ് മൂഡിലോ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെയും ബാധിക്കും അത്, തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാനും നരനും ജെയ്സും ചെയ്യുന്ന ഒരു സീനിൽ ഇദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു, നമ്മൾ രണ്ടും പെർഫോം ചെയ്യുന്നതൊക്കെ വരുമ്പോഴത്തേനും ആ സിനിമയ്ക്ക് ഒരു ഗുണം ചെയ്തില്ല, നമുക്കും ഗുണം ചെയ്തില്ല. അപ്പം എല്ലാവരുമായിട്ട് നല്ല വൈദ്യുതിരിക്കുന്നതാണ് എപ്പോഴും സിനിമയ്ക്കും പേഴ്സണൽ ലൈഫിലും എല്ലാത്തിനും. മാക്സിമം ഈ എല്ലാവരും നമ്മുടെ എനർജി, നെഗറ്റീവ് എനർജിയും നല്ല ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടൊക്കെയാണ്. ഇതൊന്നും മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമുക്ക് ചെയ്ത പേരും അല്ലെ നമ്മുടെ സന്തോഷം പോകുന്നല്ലാതെ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് അപ്പൊ മാക്സിമം ഹാപ്പി ആയിട്ട് ജോലി ആയിട്ടിരിക്കുക, പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുക ഓൺ ദ സൈഡ്. അപ്പൊ ഞാൻ പൊതുവെ ചിന്നം ചേർഫുള്ള ഒരാളാണ്, അതാണ് എനിക്കിഷ്ടവും. ഹീറോയിനോടാണ്. ഹായ്. അപ്പം നോർമലി ഒരു കോളേജ് ചിത്രം, ഒരു കോളേജ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മലയാളികൾക്ക് ഒറ്റ മുഖം വരുന്നത് മലർ മിസ് എന്നുള്ളതാണ് പ്രേമത്തിലെ. ഇപ്പം ഇത് മാറും ഈ സിനിമയ്ക്ക് റൂമപ്പ്, പ്രത്യേകിച്ച് നരേഞ്ചേട്ടൻ വരുമ്പോൾ ഒരു ഒബിയസ്ലി നരേഞ്ചേട്ടൻ ഒരു കോളേജ് ചിത്രത്തിൽ വരുമ്പോൾ ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലെ റൊമാൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും ഒരു കോളേജ് സിനിമ വരുന്നു, അതിലേക്ക് ഒരു മലർ മിസ്സായി മാറുമോ? മലർ മിസ്സായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയ്ക്കകത്ത് പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടിയില്ല. അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു കുട്ടി മലർ മിസ് ആവാനുള്ള ചാൻസ് അമലേട്ടൻ തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇപ്പൊ തന്നെ ഈ ട്രെയിലറും സോങ്സും കണ്ടിട്ട് ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് കുറെ പേര്, എൻക്വയറി ചെയ്തിട്ടുണ്ട് ഹീറോയിൻ ആയിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ, ഇപ്പം അതിനുള്ള ഉത്തരം റോസ്മിൻ ഉണ്ട്. ചോദ്യത്തിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മലർ മിസ്സായനെ. എല്ലാവർക്കും കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ മുരളിയില്ലേ, അത് പുള്ളി അധ്യാപകനായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ആയി ഇപ്പൊ ചോദ്യം ചോദിച്ചു